എല്ലാ ഭക്തജനങ്ങൾക്കും കതിർബൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി നോക്കി പരിഹരിച്ച് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. വിവാഹ തടസ്സത്തെക്കുറിച്ച് ഞാൻ തന്നെ ഇഷ്ടംപോലെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലവരുടെ കാര്യങ്ങൾ ശരിയായി, ചില ആൾക്കാരുടെ കാര്യങ്ങൾ ഇനിയും ശരിയാകാനുണ്ട്. ഒരു 100-ൽ ഒരു 60 പേരുടെ കാര്യങ്ങൾ ഇനിയും ശരിയാകാനുണ്ട്. ഒരു കാര്യം പറയുകയാണ്, നമ്മൾ വിവാഹപരമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ പൂജകളും വഴിപാടുകളൊന്നും ചെയ്ത് പൈസ കളയാതിരിക്കുക. നമുക്ക് കോമൺ ആയിട്ട് സ്വയംവരം, അതേപോലെ തന്നെ ബാണേശ്വരി ഹോമങ്ങളൊക്കെ സാധാരണ നമ്മൾ നടത്തുന്നവരാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ ഗ്രഹനില നോക്കിയിട്ട് ചെയ്യുള്ളൂ. ചുമ്മാ സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കരുത്. വിവാഹപരമായ തടസ്സത്തിന് എല്ലാവരും ചെയ്യേണ്ട ഒരു ഒറ്റ അർച്ചനയുള്ളൂ. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചന, തിരുമേനിയോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ശാന്തിക്കാരനെ കണ്ട് പ്രത്യേകപരമായി പറഞ്ഞ് നമ്മുടെ ഗ്രഹങ്ങൾ, അതായത് 9 ഗ്രഹങ്ങളാണ്, ആ 9 ഗ്രഹങ്ങൾക്കും ബലം കൂട്ടിയെടുക്കുക. ജാതകദോഷങ്ങളും ജാതകത്തിലെ ഭാഗ്യങ്ങളും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നടക്കാൻ വേണ്ടിയാണ് നമ്മൾ നവഗ്രഹ അർച്ചന ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു പാരാസെറ്റ് ഗുളിക, ഈ പാരാസെറ്റ് ഗുളികയെ കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്. പനി വന്നാൽ കഴിക്കും. അതുപോലെ തന്നെ ശരീരവേദനകൾ, നമുക്ക് എന്തെങ്കിലും ക്ഷീണങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ പാരാസെറ്റമോൾ ഗുളിക തരും. നമ്മൾ ഡോക്ടറെ പോയി കണ്ടില്ലെങ്കിലും പാരാസെറ്റമോൾ ഗുളിക കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പനി മാറും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഒരു ഗുളികയാണ്. അപ്പോൾ അതേപോലെ തന്നെ കോമൺ ആയിട്ട് നിൽക്കുന്ന വഴിപാടാണ് ഈ സ്വയംവരം, ബാണേശ്വരി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ചില ആൾക്കാർക്ക് അത് കഴിച്ചാൽ, എത്ര സ്വയംവരം കഴിച്ചാലും എത്ര ബാണേശ്വരി കഴിച്ചാലും അവരുടെ ജീവിതത്തിൽ ഈ വിവാഹപരമായ തടസ്സങ്ങൾ മാറത്തില്ല. അപ്പം നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. ഏത് വിവാഹത്തിന് നമ്മൾ ലാവ് എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ട് ഗ്രഹനില, ലാ എന്ന് പറയുന്നത്. ആ ലാ തൊട്ട് 7ാമത്തെ കോളമാണ് വിവാഹത്തിൽ. അവിടെ ഏത് പാവഗ്രഹങ്ങളാണ് നിൽക്കുന്നത്, ഇല്ലെങ്കിൽ തൊട്ടടുത്ത് ആരുമില്ല, 8-ൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അഷ്ടമത്തിൽ ഏതെങ്കിലും ഒരു ഗ്രഹം നമുക്ക് പാവഗ്രഹമാണെങ്കിൽ ആ ഒരു ഗ്രഹം കൊണ്ട് നമുക്ക് തടസ്സം ഉണ്ടാകാം. വിവാഹം മാത്രമല്ല, നമ്മൾ എന്ത് കാര്യത്തിന് പോയാലും നമുക്ക് തടസ്സങ്ങളുണ്ടാകും. അപ്പം ഗ്രഹനില കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വഴിപാടുകൾ ചെയ്യാവുള്ളൂ. അല്ലാതെ നമ്മൾ വിവാഹം നടക്കാൻ വേണ്ടി അമ്മാവൻ്റെ മോള് പറഞ്ഞ്, അയലോക്കത്തെ ചേച്ചി പറഞ്ഞ് അവിടെ പൂജ ചെയ്ത്, ഇല്ലെങ്കിൽ അവിടുത്തെ തിരുമേനിക്ക് 20,000 രൂപ, 30,000 രൂപ, 40,000 രൂപ ഒക്കെ കൊടുത്ത് പൂജ ചെയ്താൽ നിങ്ങളുടെ വിവാഹം നടക്കത്തില്ല, ഒരിക്കലും നടക്കത്തില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കൂടുതലായിട്ട് പൂജകളൊക്കെ ചെയ്ത് പൈസ കളയാതിരിക്കുക. നമ്മൾ ഈ പൈസയൊക്കെ മുടക്കുമ്പോൾ നമ്മുടെ മക്കൾ തിരിച്ചു വയ്ക്കും. അമ്പലങ്ങൾ തിരുമേനിമാർക്കും പൂജാരിമാർക്കും ഒക്കെ പൈസ കൊടുത്തിട്ട് എൻ്റെ വിവാഹം നടന്നില്ല, എനിക്കിപ്പോൾ വയസ്സ് 35ആയി. നമ്മുടെ മക്കൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാൻ ഉത്തരവില്ല. അപ്പോൾ ഈ പൈസ മുടക്കി വലിയ വലിയ പൂജ ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ ഗ്രഹനില പരിശോധിച്ച ശേഷം മാത്രം നമ്മൾ പൂജകളോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതും എൻ്റെ ഒരു അഭിപ്രായത്തിൽ 30,000-50,000 രൂപ മുടക്കി പൂജകൾ ചെയ്യാതെ, കൂടി വന്നാൽ ഇല്ലെങ്കിൽ ഒരു 1000, ഇല്ലെങ്കിൽ ഒരു 2000, 3000, അതിനപ്പുറം ആരും വിവാഹം നടക്കാൻ വേണ്ടി പൂജകൾക്ക് പോകാതിരിക്കുക. കാരണം നമ്മൾ എല്ലാവരും ഒരു സാധാരണക്കാരാണ്. ഒത്തിരി ആൾക്കാർ പലയിടത്തും പൈസ കൊണ്ട് കൊടുത്തിട്ട് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, ആ ഒരു ശാന്തി, ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ലെന്ന് മിക്ക ആൾക്കാരും പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ യുക്തി. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ പൊതുവേ ഒരു വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഞാൻ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ പറയുന്നത്, നമ്മൾ മിക്ക ക്ഷേത്രങ്ങളിൽ യക്ഷിയമ്മ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് വിവാഹ തടസ്സം മാറാൻ വേണ്ടി നമ്മൾ രാഹുർ ദശ, അതായത് രാഹു കാലം നടക്കുന്ന സമയത്ത് നമ്മൾ യക്ഷിയമ്മയ്ക്ക് പൂജ നടത്തുവാണെങ്കിൽ വളരെ അധികം ഉത്തമമായിരിക്കും. രാഹുപരമായിട്ടുള്ള ദോഷങ്ങളും രാഹു ഗ്രഹം പ്രീതിപ്പെടാനും യക്ഷിയമ്മയ്ക്ക് നമ്മൾ പൂജ സമർപ്പിക്കുകയാണെങ്കിൽ വളരെ അധികം ഉത്തമമായിരിക്കും. യക്ഷി പൂജയെന്ന് യക്ഷിയുള്ള ക്ഷേത്രത്തിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ യക്ഷിയമ്മയ്ക്ക് മുല്ലപ്പൂ മാല കൊണ്ടു കൊടുക്കണം, വെളുത്ത ഒടയാട കൊണ്ടു കൊടുക്കണം, കൺമഷി കൊണ്ടു കൊടുക്കണം. ഈ കരിവളയും കൊണ്ട് ഈ വിവാഹ തടസ്സം ആയിട്ടുള്ളവർ വെള്ളിയാഴ്ച ദിവസം യക്ഷി പൂജ നടത്തുക. യക്ഷി പൂജയുടെ സമയം ഒന്ന് ചോദിച്ചു വെക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ വിവാഹ തടസ്സമായിട്ടുള്ളവർ അവരുടെ പക്ക പെരുന്നാളിലും യക്ഷി പൂജ നടത്തുന്നത് വളരെ അധികം ഉത്തമമാണ്. ഏകദേശം ഒരു 5 യക്ഷി പൂജ വരെ മാസം ചെയ്യുക. അപ്പോൾ ഈ 5 തവണയും മുല്ലപ്പൂമാലയും ഒടയാടയും കൺമഷിയും കരിവളയും യക്ഷിയമ്മയ്ക്ക് സമർപ്പിക്കുക. ഒരു പൂജ നടത്തിയതിന് ശേഷം നമ്മൾ മാട്രിമോണിയിലോ ബ്ലൂറോയിലോ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നിലവിലെ ആ ഒരു തടസ്സം മാറി പല പല കോളുകൾ വരും. അതായത് ഇതുവരെ നമ്മൾ മാട്രിമോണിയിലും ബ്രോക്കർമാരൊക്കെ കൊടുത്തിട്ട് ഒരു വിളി പോലും വരാത്തവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. പിന്നെ വരുന്ന ആലോചനകൾ വെച്ച് നമ്മൾ സെലക്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്തുകൊണ്ടും വിവാഹ തടസ്സം മാറാൻ വേണ്ടി യക്ഷിയിരിക്കുന്ന ക്ഷേത്രത്തിൽ വിവാഹ തടസ്സം ഉള്ള മക്കളെ കൊണ്ട് യക്ഷിയമ്മയ്ക്ക് മുല്ലപ്പൂമാല, അതേപോലെ തന്നെ വെളുത്ത ഒടയാട,
അതുപോലെ കരിവള, അതേപോലെ തന്നെ ഒരു കൺമഷി മേടിച്ച് കൊടുക്കുക. മക്കളെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ അവർക്ക് വേണ്ടി അച്ഛനും അമ്മയും അവരെ സങ്കല്പിച്ച് ഈ ഒരു കാര്യം നടക്കി വെച്ചാൽ മതി. വെള്ളിയാഴ്ച പറ്റാത്ത ഭക്തജനങ്ങളാണെങ്കിൽ അവരുടെ പക്ക നാളിൽ ചെയ്യുക. അതും പറ്റിയില്ലെങ്കിൽ ഈ ജോലിക്കൊക്കെ പോകുന്ന അച്ഛനമ്മമാർ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജോലി കളഞ്ഞ ആരുടെയും വഴിപാടൊന്നും ചെയ്യണ്ട, ഞായറാഴ്ച ദിവസം പോയി ചെയ്താൽ മതി. അപ്പോൾ ഞായറാഴ്ച ദിവസം യക്ഷി ഇരിക്കുന്ന അമ്പലത്തിൽ യക്ഷി പൂജ നടത്തി ഈ ഒരു കാര്യം ചെയ്യുക. 5 എണ്ണം ചെയ്യുക, 5 ആഴ്ച ചെയ്യുക. മാസം ചെയ്യുന്നവർ മാസം ചെയ്യുക. വിവാഹ തടസ്സം ഇതുവരെ നേരിടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക. അത് ഞാൻ പ്രത്യേകപരമായി നോക്കി പിന്നെ ജ്യോതിഷപരമായി കബഡി വെച്ച് നോക്കി അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും ദക്ഷിണ എത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ദക്ഷിണ അയച്ചു തരിക, ബാക്കി അതിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ജ്യോതിഷപരമായും അതുപോലെ തന്നെ വിവാഹപരമായ തടസ്സങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഗ്രഹനില ഒന്ന് വാട്സപ്പ് ചെയ്താലോ ഇല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറയുക, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പറഞ്ഞു തരുന്നതായിരിക്കും.